വരൂ വരൂ, അകത്തേക്ക് വരൂ. ഷേർലിനെ കണ്ടില്ല. വരുന്നുണ്ട്. ജയിച്ചു ഏട്ടാ, ഞാൻ ജയിച്ചുന്നേ. ഞാൻ പറഞ്ഞില്ലേ എന്നെ ചലഞ്ച് ചെയ്യാൻ പാടില്ലാന്ന്. കാരണം ഞാൻ ഒരു ചലഞ്ചിലും തോൽക്കില്ല. എനിക്ക് തോന്നിയാ മാത്രം ഞാൻ തോൽക്കൂ ഏട്ടാ. വാട്ട്? എന്റെ വിഡ്ഢിയായ അനിയ, ഞാൻ നിനക്ക് ജയിക്കാൻ അവസരം തന്നതുകൊണ്ടാ നീ ഇപ്പൊ ജയിച്ചത്. ഞാൻ വഴിയിൽ വെയിറ്റ് ചെയ്തു. കാരണം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ആരും എന്റെ മുമ്പിൽ തോൽക്കാൻ പാടില്ലെന്ന്. വിശ്വാസം വരുന്നില്ലേ? അവനോട് ചോദിക്കും. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ചേട്ടൻ പറഞ്ഞു കിരണിനെ ജയിപ്പിക്കണം. വാട്ട്? പിന്നെ എന്തിനാ ചലഞ്ച് ചെയ്തേ? കാരണം എന്റെ കുഞ്ഞനുജൻ ഈ ചലഞ്ച് ആഗ്രഹിക്കുമ്പോ ഞാൻ അങ്ങനെ അത് വേണ്ടെന്ന് വെക്കും. അവന്റെ സന്തോഷത്തിന് മൈ ഫുഡ്. ഞാൻ വലിയ ഹാപ്പി ആയിരുന്നു ഏട്ടാ. എനിവേസ് അത് സാരമില്ല. ഇന്ന് നിന്റെ ദിവസമാണ്. എൻജോയ് ചെയ്യാം. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാലോ അമ്മേ, എത്ര മനോഹരമായിട്ടാ ഇവളിവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാർത്തികയുടെ നിശ്ചയത്തിന്റെ അന്നത്തതിനേക്കാൾ എത്രയോ മനോഹരമായതല്ലേ? നീ പറഞ്ഞത് ശരിയാ രാധികെ. വളരെ ബ്യൂട്ടിഫുൾ ആയ ഡെക്കറേഷൻ ആണ്. ശരിയല്ലേ മോം? ഐ എം ടെല്ലിംഗ് യു, എനിക്ക് നന്നായി അറിയാം ഇവർ രണ്ടുപേരും കൂടി മനഃപൂർവ്വ നമ്മുടെ വീട്ടിലെ ഡെക്കറേഷൻ വൃത്തികേടാക്കിയത്. ഇവരെ കണ്ടാ വളരെ നല്ലവരായിട്ടല്ലേ തോന്നുള്ളൂ, പക്ഷെ അങ്ങനെയല്ല. പക്ഷെ മോളെ, സൃഷ്ടി എല്ലാ ഡെക്കറേഷനും നിന്നോട് അപ്രൂവൽ വാങ്ങിയതല്ലേ? അതുകൊണ്ടെന്താ? അവൾ എനിക്ക് കാണിച്ചെന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഡെക്കറേറ്റീവ് ഐറ്റംസ്, അതൊന്നും ഇത്ര നന്നായിരുന്നില്ല. അഥവാ ഇങ്ങനെയുള്ള ഓപ്ഷൻ ആണ് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയില്ലല്ലോ. ഐ എം ടെല്ലിംഗ് യു, ദീസ് ടു ആർ ഓവർ സ്മാർട്ട്. പക്ഷെ നിങ്ങളാരും സമ്മതിച്ചില്ലല്ലോ. അതെ. അതെ, എനിക്കൊരു ഫോൺ വന്നമ്മേ. നോക്ക്, കിരൺ നമ്പ്യാർ. He's so handsome. My heart is beating and repeating. കിരൺ 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 എന്നോട് ഒരു തവണ എസ് പറഞ്ഞ ഞാൻ ഇപ്പൊ തന്നെ എന്റെ 7 വർഷത്തെ ബോയ് ഫ്രണ്ടിനെ ഉപേക്ഷിക്കും. കിരൺ, നീ എന്നെ ഒരു തവണയൊന്ന് ഡാർലിംഗ് എന്ന് വിളിച്ചാൽ ഞാൻ എന്റെ കുട്ടിക്കാലത്തെ പ്രണയം പോലും വേണ്ടെന്ന് വെക്കും. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായുള്ളൂ. കിരണിന് വേണ്ടി ഞാൻ എന്റെ പുതിയ ഹസ്ബൻഡിനെ പോലെ ഡിവോഴ്സ് ചെയ്യും. ഹസ്ബൻഡിനെ ഡിവോഴ്സ് ഒന്നും ചെയ്തേക്കരുത്. ആ പാവത്തിന് കല്യാണത്തിന് ഒരുപാട് ചിലവായി കാണുന്നേ. പിന്നെ നീ കുട്ടിക്കാലത്തെ ഹൃദയം അവന് കൊടുത്തയല്ലേ? ആ ഹൃദയം നീ ആയിട്ട് തകർക്കണ്ട. ആൻഡ് യു 7 വർഷത്തെ റിലേഷൻഷിപ്പ്, അത് നീ ബ്രേക്കപ്പ് ചെയ്യരുത്. ചേട്ടാ ഒരു മിനിറ്റ് വന്നേ. ചേട്ടൻ എന്താ വേണ്ടത്? നിക്ക, പറയാ ഞാൻ. പൂർണിമ, ഹായ്, ഐ എം ഹിയർ റെഡി ടു മിംഗിൾ. സൂപ്പർ. ചേട്ടാ 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 ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. ഇങ്ങോട്ടോ. ചേട്ടാ ചേട്ടൻ എന്തായി ചെയ്യുന്നേ? ഇപ്പൊ ആ 3 പേരും പോയി. എന്നിട്ട് പോ. നോട്ട് അറ്റ് ഓൾ. കിരൺ നമ്പ്യാർ ആഗ്രഹിക്കുന്നേയില്ല അയാൾ കാരണം ഒരിക്കലും ഒരു പെൺകുട്ടിയുടെയും കുടുംബം തകർന്നു പോകണമെന്ന്. പിന്നെ നിന്റെ കിരണുണ്ടല്ലോ, ഇപ്പോഴും സിംഗിൾ ആണ് ആൻഡ് റെഡി ടു മിംഗിൾ. പിന്നെ അതുപോലെ ഏതൊരു പെൺകുട്ടിക്കും കിരൺ നമ്പ്യാരെ അല്ല, മറിച്ച് സൂപ്പർ സ്റ്റാർ കിരൺ നമ്പ്യാരെ കണ്ടുകഴിഞ്ഞ ശേഷം സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല സമയം. സ്വന്തം ഹൃദയം അവന് കൊടുക്കുന്നേ. അതുപോലെ നിനക്ക് വളരെ നന്നായി അറിയാവുന്ന കാര്യമല്ലേ ഈ കിരൺ നമ്പ്യാർ ആരെയും പ്രപ്പോസ് ചെയ്യാറില്ലെന്ന്. പെമ്പിള്ളാരെ അവന് പ്രപ്പോസ് ചെയ്യുന്നേ. Hey Kiran, can I talk? Of course. Let's walk and talk. Sure. സമീർ, നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്. ഓ ചേട്ടാ, എത്ര ഹോട്ടായ പെൺകുട്ടിയാണ്. എനിക്കും ഇതുപോലൊരു നല്ല ഹോട്ടായ പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ നെഞ്ചിലേക്കാ ഷൂട്ട് ചെയ്യുന്നത്, നെഞ്ചിലേക്ക്. എന്റെ ഭഗവാനെ, പ്ലീസ് എന്റെ ആഗ്രഹം സാധിച്ച ഒരു നല്ല ഹോട്ടായ പെൺകുട്ടിയെ കാണിച്ചതാ. താങ്ക് യു. ഭഗവാനെ, അങ്ങ് ഇതെന്താ കാണിച്ചത്? ഞാൻ അങ്ങയുടെ ഒരു ഹോട്ടായ പെൺകുട്ടിയെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ അങ്ങൊരു കൊടുങ്കാറ്റിനെയാ പറഞ്ഞയച്ചത്. എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഹായ്, ഹൗ ആർ യു? നോട്ട് ഗുഡ് അല്ലേ? ഓക്കെ, ബൈ. ഏയ് ഷോട്ടി, നീ എന്തിനാ എന്നെ അങ്ങനെ തുറിച്ചു നോക്കിയത്? ലോകത്തെ 8ാമത്തെ അത്ഭുതം കണ്ട പോലെ. എക്സ്ക്യൂസ് മീ, ഞാൻ നിന്നെ നോക്കിയില്ലല്ലോ. റിയലി? ആ, ഞാൻ നന്നായിട്ട് കണ്ടതാ. നീ എന്നെ തന്നെയാ നോക്കിയത്.
ഇത് നിന്റെ ഈ സ്റ്റുപ്പിഡ് ഐസ് ഉണ്ടല്ലോ എന്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നത്. ഏയ് ഹലോ, ഞാൻ നിന്നെയല്ല നോക്കിയത്, നല്ല ഹോട്ടായ പെൺകുട്ടിയായ നോക്കിയത്. എവിടെയാ ഹോട്ട് ലേഡി? കാണിച്ച? ആക്ച്വലി ഞാൻ വിചാരിച്ച് കാണുമെന്ന്, പക്ഷെ എവിടെയും കണ്ടില്ല. ഞാൻ അവളെയാ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നീ എന്തിനാ എന്റെ മുമ്പിൽ വന്നത്? ഏയ്, കൂടുതൽ സ്മാർട്ട് ആവാൻ നോക്കണ്ട. ഓക്കെ, ഇവിടെ അങ്ങനെ ഹോട്ടായ പെൺകുട്ടിയൊന്നുമില്ല. മാത്രമല്ല ഈ പാർട്ടിയില് എന്റെ അത്രയും ഹോട്ടായിട്ടുള്ള ആരുമില്ല. ഹോട്ട്? നീ ഹോട്ടേ അല്ല, നിന്റെ തലയ്ക്ക് മാത്രമാ ഹോട്ട്. ഹോട്ട് ഹോട്ട് നോട്ട് കോൾഡ്. അതിനർത്ഥം നീ എന്നെ തന്നെ നോക്കിയെന്നല്ലേ? സോ എന്നെ ഇനിയും പരീക്ഷിക്കരുത്. എത്ര നേരമായി ഞാൻ പറയുന്നു, ഞാൻ നിന്നെ നോക്കിയില്ല നോക്കിയില്ല നോക്കിയില്ല. ദേ നോക്ക്, വായി നോക്കി. ഞാനിപ്പോ ഇവിടുന്ന് പോവാ. എന്റെ പുറകെ വരരുത്. ഓക്കെ? രക്ഷപ്പെട്ടു. നമസ്കാരം നമസ്കാരം. എന്റെ ആശംസകൾ നേരുന്നു. വരുന്നേ. ആർത്തി, ഹായ്. And you are looking gorgeous. Thank you. വരൂ വരൂ, അകത്തേക്ക് വരൂ. Wow. പ്രീതയെ തടയൂ രോഹിത്. ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ വളരെ തെറ്റാണ്. നീ എന്തെങ്കിലും ചെയ്യൂ. ഈ എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെക്കേ. നീ എന്തായി ചെയ്യാൻ പോകുന്നത്? അല്ല, ഞാനിതെന്താ ആഗ്രഹിക്കുന്നത്? ഞാനിവിടെ എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്? പ്രീത എന്നോട് പറഞ്ഞ ഫീലിംഗ് അല്ലേ ഇത്? പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് പ്രീതയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഓർക്കാനേ സാധിക്കുന്നില്ല. എന്താ ഞാൻ ചെയ്യുക? എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞാലോ? എനിക്കെന്താ സംഭവിക്കുന്നത്? ഈ എൻഗേജ്മെന്റ് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രീത. രോഹിത് സാർ, സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? എല്ലാം ഓക്കെ അല്ലേ? പറഞ്ഞാലോ, എന്താ എനിക്ക് പറ്റിയതെന്ന്? ഞാൻ ഈ എൻഗേജ്മെന്റ് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രീത. രോഹിത് സാർ, സോറി. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ആഹാ, എന്നാ പറഞ്ഞൂടെ? പ്രീത, താൻ ഒരുപാട് സുന്ദരിയാണ്. എന്താ? ഒരു മിനിറ്റ് സർ, എന്താ പറഞ്ഞേ? ഡെക്കറേഷൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതാ. അത് ഞാൻ കേട്ടത് എന്താണെന്നറിയോ? സാറ് പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ വേണ്ട, സാർ എന്നോട് പറയാത്ത കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ എന്താണ് കേട്ടതെന്നറിഞ്ഞാ സാറിന് അതിശയം തോന്നും. അപ്രതീക്ഷിതമെന്ന് വെച്ചാൽ? അത് കാരണം സാറ് മറ്റുള്ളവരെ പോലെയല്ല. സാറ് വളരെ സിമ്പിളും വളരെ മാന്യനുമാണ്. ആക്ച്വലി എനിക്ക് സാറിനെ ഒരു കാര്യം കാണിക്കാനുണ്ട്. നമുക്ക് വിവാഹ നിശ്ചയം നടക്കുന്ന കോർണറിൽ പോവാം. അത് സ്പെഷ്യൽ ഏരിയ. ഒന്ന് വരുമോ? അത് കാണാവോ പ്ലീസ്? വരൂ, രോഹിത്തിനെ കണ്ടിട്ട് വരാം. താങ്ക് യു. അത് നോക്കിയേ, ആ കോർണറിലാ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കുന്നേ. റിംഗ് എക്സ്ചേഞ്ച് നടക്കുന്നത്. നോക്കിക്കേ, സാറിന് ഈ കളർ കോമ്പിനേഷൻ, തീം, ഡെക്കറേഷൻ നന്നായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. ഈ ഡെക്കറേഷൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സാറിന് വേണ്ടി മാത്രം ചെയ്തതാ. പ്രീത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുറെ കാലമായിട്ട് എന്റെ മനസ്സിലുള്ള ചോദ്യമാണ്.
ഉത്തരത്തിനെ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ സാർ എന്താ ഇപ്പൊ സംഭവിച്ചേ? ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം സാറിന്റെ മനസ്സ് എന്താ ഇത്ര അസ്വസ്ഥാവുന്നേ? അങ്ങനെ എന്ത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് സാറിന്റെ മനസ്സിലുള്ളത്? എന്നോട് ചോദിക്കാം, ചിലപ്പോ എനിക്ക് സഹായിക്കാൻ പറ്റിയാലോ. അതെന്താന്ന് വെച്ചാൽ രോഹിത്, അല്ല നീ ഇവിടെ നിൽക്കുക. ഓ മൈ ഗോഡ്, ഷർലിൻ, യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. എന്താ രോഹിത് സാർ, ഷർലിനെക്കാളും സുന്ദരിയായ മറ്റൊരാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായും. ഷീ ഈസ് ലുക്കിംഗ് പ്രിറ്റി. വെരി പ്രിറ്റി. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ പെർഫെക്റ്റ് കപ്പിളിനെ ഒറ്റയ്ക്ക് വിടണമെന്നാ. എന്നാലല്ലേ ഇവർക്ക് പരസ്പരം മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ സാധിക്കും, അല്ലേ? നിനക്ക് മനസ്സിലായല്ലോ അല്ലേ ഞാനെന്താ പറഞ്ഞെന്ന്? എന്നാ പിന്നെ പോയിക്കോ. ഇന്ന് നിങ്ങൾ വളരെ ഹാൻസം ആയിരിക്കുന്നു. അറിയില്ല എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നെന്ന്. എന്നെ ആരോ വിലങ്ങിനിട്ടതുപോലെ എനിക്ക് തോന്നുന്നേ. എന്താ ചെയ്യാ? വിവാഹ നിശ്ചയത്തിന്റെ സമയം എടുക്കുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സ് പ്രീതിയുടെ അടുത്തേക്ക് പോവുകയാണ്. I'll be back. ഒരു മിനിറ്റ്, നീ എവിടേക്കാ പോകുന്നേ? എന്നെ കണ്ടപ്പോ മുഖം വേർപ്പിക്കാൻ എന്താ കാരണം? നിന്നോടായി ചോദിക്കുന്നേ. നിനക്ക് അല്പം പോലും നാണമില്ലേ? ഇന്ന് നിന്റെ സഹോദരന്റെ വിവാഹ നിശ്ചയമാണ്. നിന്റെ കുടുംബക്കാരെല്ലാം ഇവിടെ ഉണ്ട്. എന്നിട്ടും നീ എന്തിനും ഒരു സമയവും കാലവും ഒക്കെ ഇല്ലേ? ഐ മീൻ നിനക്ക് ഈ പഞ്ചാര അടിയൊക്കെ പിന്നീട് എപ്പോഴേലും ആയിക്കൂടെ? Oh, now I got the point. You got Jay, right? ജയോ? Jealousy. You got jealous. Oh God. ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, എനിക്ക് നിന്റെ കൂടെ ആരെ കണ്ടാലും ഒരു അസൂയയും വരാൻ പോകുന്നില്ല. ഒരു കാര്യം ശരിയാ, എനിക്ക് ആ പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ചാ ശരിക്കും വിഷമം തോന്നാറുണ്ട്. പ്രീത, സത്യം പറയുകയാണെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ നിന്റെ ജീവനുമാണ്. എന്നെ മറ്റൊരു പെണ്ണോട്ട് കാണാനേ സാധിക്കില്ല നിനക്ക്. യു കാൻറ്റ് ഹാൻഡിൽ ഇറ്റ്. പ്രീത, നിന്റെ ഈ ജലസി ഉണ്ടല്ലോ, ഐ ഫീൽ ലൈക്ക് ഇറ്റ്. നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രീത, എന്റെ ലൈഫിൽ പെമ്പിളര് വന്നു പോയിക്കൊണ്ടേയിരിക്കും, പക്ഷെ നീ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും, എന്നെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ട്. ഓ, ഏത് നേരത്തെ എനിക്ക് ഈ വഴി വരാൻ തോന്നിയെന്നറിയില്ല. പോ. അവളുടെ പേര് പ്രീത എന്നാ. ഞാനും അവളും തമ്മിൽ അഫെയർ ആണ്. അപ്പൊ എന്നോടെന്താ? നിന്നോടോ? വാ പറഞ്ഞുതരാം. ഇത് കൊള്ളാം. പ്രീതിയും കിരൺ ചേട്ടനും തമ്മിലുള്ള ബന്ധം ഇവിടെ മുഴുവൻ പാട്ടാണ്. എന്നാൽ സ്വന്തം വീട്ടുകാരുടെ അടുത്തത് മറച്ചു വെക്കുന്നു. എന്നാണ് നമ്മുടെ അടുത്തൊക്കെ ഇക്കാര്യം ഇവര് പറയുക? അക്ഷയ്, എന്താ ബ്രോ ഇത്? നിന്റെ കല്യാണം പോലും കഴിഞ്ഞില്ല, എന്നിട്ട് നിന്റെ ഫ്രീഡം പോയി അല്ലേ? ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ എന്റെ അനിയത്തി നിന്നെ ചങ്ങല കൊണ്ട് ബന്ധിക്കും. ഒരിക്കലുമില്ല. ആക്ച്വലി ഇവളെ ഞാനാ പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇത് ഇവളെ ഓർമ്മിപ്പിക്കേണ്ടത് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവൾ എന്റേത് മാത്രമാണ്. സോ യു ഗൈസ് ക്യാരി ഓൺ. ഞാൻ രോഹിത്തിനോട് സംസാരിച്ചു. കിരൺ ചേട്ടാ, സീക്രട്ട് ലവ് ആണല്ലേ? പക്ഷേ നീയും പ്രീതിയും തമ്മിലുള്ള ബന്ധം എനിക്ക് നന്നായി അറിയാം. ഒരു കാര്യം പറയട്ടെ, നിനക്കൊന്നും അറിയില്ല. നിന്റെ മനസ്സിലൊന്നും നിൽക്കാത്തോണ്ടാടി ഞാൻ ഒന്നും നിന്നോട് പറയാത്തത്. ഞാൻ അന്നേ പറഞ്ഞല്ലേ, സോഫിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ പ്രീതിയുടെ പേര് പറഞ്ഞെന്ന്. ഞങ്ങൾ രണ്ടുപേർക്കൂടെ ഒരു അഫെയറും ഇല്ല. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ്. അല്ലെങ്കിൽ എന്നെക്കാൾ മോശമായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. മനസ്സിലായോടി? നീ എന്നെ അങ്ങനെ മണ്ടിയാക്കാൻ നോക്കണ്ട മോനെ. ഞാൻ നിങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് കാണുകയും നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നീ അക്കാര്യം എന്നിൽ നിന്ന് ഒളിക്കുകയാണല്ലേ? ഇനി ഇക്കാര്യത്തെ കുറിച്ച് നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ രണ്ടാളും ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് ഞാൻ വരികയും ചെയ്യും, നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും. ചേട്ടാ, യു ആർ റൈറ്റ്. ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. ഞാനാണ് തെറ്റായി ചിന്തിച്ചത്. നീയാണ് ശരി. യു ആർ റൈറ്റ് ആക്ച്വലി. എന്നാ ശരി, വാ.
കാർത്തിക 1 second. എക്സ്ക്യൂസ് മീ. എന്താ പറ്റിയത് കിരൺ? ഇന്ന് നിന്റെ സ്മാർട്ട്നെസ് മിസ്സിംഗ് ആണല്ലോ. കാരണം എന്റെ നിശ്ചയ ദിവസം നീ എന്റെ പിന്നിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. എന്റെ ബാച്ചലർ ലൈഫ് ഇല്ലാതാക്കരുതെന്നും പെൺകുട്ടികളുടെ പുറകെ പോകൂ, അവരുടെ കൂടെ ഇരിക്കൂ, കാർത്തികയെ വേണ്ടെന്ന് വെക്കൂ, എൻജോയ് ചെയ്യൂ. പക്ഷെ ഇന്ന് രോഹിത്തിനെ തടയുന്നില്ലല്ലോ. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി എന്റെ ഏട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി. പാവം ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഇളവനായി പോയില്ലേ. എന്റെ ഏട്ടനെ എങ്ങനെയാ മനസ്സിലാക്കിക്കുക? ഏട്ടാ കേക്ക, നിനക്ക് ഇപ്പോഴും അവസരമുണ്ട്. ഐ മീൻ വേണമെങ്കിൽ നിനക്കെല്ലാം ക്യാൻസൽ ചെയ്യാവുന്നേ. എൻഗേജ്മെന്റും സെറമണിയും എല്ലാം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പെൺകുട്ടി ശാന്തി ആയാലെന്താ, ഷേർലിൻ ആയാലെന്താ? എന്ത് വ്യത്യാസമുള്ളത്? വിവാഹത്തിന് ശേഷം ഒന്ന് ഡേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതേ ഏട്ടാ, കമോൺ, ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ചേട്ടന് ആരോട് സംസാരിക്കാൻ പറ്റില്ല. ഷേർലിനോട് പോയി അനുവാദം വാങ്ങേണ്ടി വരുമെന്നേ. സത്യവും ഞാൻ ഈ പറയുന്നേ. അത് മാത്രമല്ല, അവള് പിന്നെ പ്രീതിയോട് സംസാരിക്കാനും സമ്മതിക്കില്ല. ആക്ച്വലി ഇപ്പൊ നടക്കുന്നില്ലേ കിരൺ, അതിലെനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഈ എൻഗേജ്മെന്റ് നിർത്തിവെക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എടാ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല. എന്നാലും ചിലപ്പോ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാമല്ലോ, ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ആവുന്ന പോലെ. എന്റെ ചേട്ടാ, നിങ്ങൾ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത്. ഒരു നിമിഷം ഞാൻ തന്നെ വിശ്വസിച്ചു പോയി ചേട്ടൻ ശരിക്കും എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാണെന്ന്. രോഹിത് റിലാക്സ് അല്ലേ? ഐ മീൻ ഇത് ഈ കിരണിന്റെ പഴയ അടവാണ്. ഇവൻ ഇത് എന്റെ നിശ്ചയ ചടങ്ങിൽ പ്രയോഗിച്ച് കഴിഞ്ഞതാ. യു ഡോണ്ട് ഹാവ് ടു വറി. ആൻഡ് ഇറ്റ് വാസ് എ ബിഗ് ഫേക്ക്. ഹി ട്രൈ. പക്ഷെ ഇവൻ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞ് കൺവിൻസ് ആക്കി. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ കൺവിൻസ് അല്ല. നോക്കടാ അക്ഷയ്, നിന്റെ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ പെങ്ങൾക്ക് നിന്നേക്കാൾ ഹാൻഡ്സമായ വേറെ പയ്യനെ കിട്ടുന്നേ. പക്ഷെ എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഉറപ്പായും ആംബുലൻസ് വിളിക്കേണ്ടി വരുന്നേ. എന്ത് നോൺസെൻസ് നീ പറയുന്നത്? നോ നോൺസെൻസ് യാ. നീ നമ്മുടെ അമ്മയെ മറന്നുപോയേട്ടാ. നിന്റെ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നേ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. മനസ്സിലായോ? ഒരുപാട് വൈകി പോയി രോഹിത്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയധികം അതിഥികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരുണ്ടാകുന്ന അവർ പറഞ്ഞിരുന്നില്ലല്ലോ. മുത്തശ്ശി, ഇത് വലിയ പ്രോബ്ലം ആയിരിക്കുക. എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇത്രയും ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റാഫും കുറവ്, അറിയാവോ? വലിയ ടെൻഷനിലാണല്ലോ സൃഷ്ടി. ഇവളുടെ ഈ ടെൻഷൻ കാരണം ചേട്ടന്റെ എൻഗേജ്മെന്റ് കുറവൊന്നും ഉണ്ടാവരുത്. ഇവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ സഹായിക്കാൻ കഴിയുമോ. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ഹോൾ വേണ്ട, വേറെ ഏതെങ്കിലും ഹോൾ എടുക്കാന്ന്. ആരും അത് കേട്ടില്ല. യുനോ സമീർ അവിടേക്ക് ഒരു മിനിറ്റ്. സൃഷ്ടിയുടെ പിന്നാലെയാണോ? ഓ ഗോഡ്, ഈ നമ്പ്യാർ കുടുംബത്തിലെ പയ്യന്മാർക്കല്ല എന്താ പറ്റിയ? എല്ലാരും ഈ രണ്ട് പെൺകുട്ടികളുടെയും പിറകെയാ. ഈ ആമ്പിള്ളേരുടെ ബുദ്ധി നേരെയാക്കിയേ പറ്റുള്ളൂ. സമീർ, ആന്റി എന്താ വിളിച്ചത്? നീ സൃഷ്ടിയുടെ പിന്നാലെ എന്ത് ചെയ്യാൻ പോവാ? ഓഹോ, വന്നല്ലോ. എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എന്നിട്ട് ചോദിക്കുമ്പോ പറയും എന്നെ അല്ല, ഇത് ഹോട്ട് ലേഡിയാ നോക്കുന്നതെന്ന്. എന്ത് പറ്റി ആന്റി? ഇവിടെ വാ. നിനക്ക് വട്ടുണ്ടോ? നീ എന്തിനാ ഇവളുടെ പിറകെ നടന്നേ? ശരി, നിനക്ക് ഫ്ലേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ടൈം പാസിനായി ഇവിടെ എത്രയധികം പെൺകുട്ടികളുണ്ട്, കണ്ടില്ലേ നീ? നമ്മുടെ സ്റ്റേറ്റസിന് ഇണങ്ങുന്ന പെൺകുട്ടിയെ ചൂസ് ചെയ്യൂ. ഐ മീൻ സീരിയസ്ലി സൃഷ്ടി, നിന്റെ ചോയ്സ് ഇത്രയധികം മോശമാകാൻ പാടില്ലല്ലോ, റൈറ്റ്? അയ്യോ ഇല്ല ഇല്ല ആന്റി, ആന്റി എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ മനസ്സിൽ അവളോട് ഒരു തെറ്റായ ചിന്ത ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഞാനാണെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോവായിരുന്നു. ആ, അവർക്ക് കാറ്ററിംഗിന് സ്റ്റാഫ് കുറവാണത്രേ. ആക്ച്വലി ഗസ്റ്റ് ഒരുപാടുണ്ടല്ലോ ഫംഗ്ഷന്, അതുകൊണ്ട് അവൾ ടെൻഷനിലായിരുന്നു. ഐ മീൻ ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും കണ്ടില്ലല്ലോ. എന്റെ പൊന്നാന്റി, ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ. അവർ പറയുന്നത് ഞാൻ കേട്ടല്ലേ. എനിക്ക് തോന്നി അവരുടെ കൺഫ്യൂഷൻ കാരണം എന്റെ ചേട്ടന്റെ എൻഗേജ്മെന്റിന് കോട്ട ഒന്നും വരരുതെന്ന്. അപ്പൊ വിചാരിച്ചു അവളുടെ പുറകെ പോകാം, എന്നിട്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാതാ. എന്നാ ഞാൻ പോട്ടെ. വേണ്ട വേണ്ട, നീ പോവൊന്നും വേണ്ട. ആന്റി മനസ്സിലാകുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ നീ പോകണ്ടെന്ന്. പിന്നെ ഒരു കാര്യം, നീ അവളെ എങ്ങനെ സഹായിക്കാൻ പോകുന്ന കണ്ട പിന്നെ ഞാൻ എത്ര മോശമാകുമെന്ന് പറയണ്ടല്ലോ. നമ്മുടെ ഫംഗ്ഷൻ ഡാം അബൌട്ട് ദിസ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നന്നാവണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കവിത എന്തെങ്കിലും പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ, ഒരു മാറ്റവും. അല്ലെങ്കിൽ നീ ആരാ? നിന്റെ പേരിനൊപ്പം ഒരു നമ്പ്യാരുണ്ടെന്നേ ഉള്ളൂ. നീ ഞങ്ങളുടെ സെർവന്റ് അല്ലേ? അതുകൊണ്ട് ആ സ്ഥാനം അറിഞ്ഞു തന്നെ നിൽക്കണം, കേട്ടല്ലോ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം
അതെപ്പോഴും ഓർമ്മയിരിക്കണം. ഔട്ട്. ചേച്ചി എന്താണ് ഇവിടെ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എടത്തി, ഞാൻ എന്ത് പ്ലാൻ ചെയ്യാനാ? ഞാനിങ്ങനെ എല്ലാ ഗസ്റ്റിനെ എന്റർടൈൻ ചെയ്യായിരുന്നു. പിന്നെ ഇങ്ങനെ നടന്നു നോക്കുക എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ടോന്ന്. പിന്നെ രോഹിത്തിന്റെ ഷേർലിന്റെ എൻഗേജ്മെന്റ് അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ അല്ലേ? ഹൗ സ്വീറ്റ് ചേച്ചി, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഐ ജസ്റ്റ് വിൽ ബി ബാക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. നമസ്കാരം, വരൂ വരൂ. ആന്റിയല്ലേ പറഞ്ഞത് ആന്റിയുടെ പക്കൽ എന്തോ പ്ലാൻ ഉണ്ടെന്ന്. ഇതുണ്ടല്ലോ, അവൾ എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുകയാണ്. ഡു യു ഹാവ് എനി ഐഡിയ ഹൗ ഹ്യൂമിലിയേറ്റഡ് ഐ ഫീൽ? ആന്റി പറഞ്ഞിരുന്നു ഇതിനെല്ലാം അവളോട് പ്രതികാരം ചെയ്യാമെന്ന്. ബട്ട് ഐ എം സോറി ആന്റി, അത്തരത്തിലുള്ള ഒരു നീക്കവും ഞാൻ കാണുന്നില്ല. പിന്നെ എന്റെ ക്ഷമയുടെ നെല്ല് പലക കണ്ടു. പ്ലീസ് ആന്റിയുടെ പ്ലാൻ എന്താന്ന് എന്നോട് പറയേ. ഞാൻ എന്ത് ചെയ്താലും അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. യു ജസ്റ്റ് റിലാക്സ് ആൻഡ് ട്രസ്റ്റ് മീ, ഓക്കെ? എടത്തി, ഒരു മിനിറ്റ്. എന്താ ചേച്ചി? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, എൻഗേജ്മെന്റ് രോഹിത്തിന്റെ ഷേർലിന്റെ. അപ്പൊ ഷേർലിൻ രോഹിത്തിന്റെ അടുത്തല്ലേ വേണ്ടത്? എന്താ എടത്തി ഇവിടെ രോഹിത്തിന്റെ അടുത്ത് കൊണ്ടുപോകാത്തത്? ശരിയാ, പക്ഷെ ഞാനത് മറന്നുപോയി. ഹൗ സ്റ്റുപ്പിഡ് ഓഫ് മീ. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയേക്കാം. വരൂ ഷെർലിൻ. നിങ്ങൾ രണ്ടുപേരും തനിയെ ഇങ്ങനെ നിൽക്കുന്നത് ഒട്ടും നന്നായിട്ട് തോന്നില്ല. എന്താ ഇവിടെ നടക്കുന്നത്? ചേർന്ന് നിൽക്കേ. മോനെ രോഹിത്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്ര വേണ്ടപ്പെട്ടതാ. എന്നിട്ട് നീ ഇവിടെ നിന്റെ പപ്പയുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഒപ്പം നിൽക്കുകയാണോ? ഈ പാവം ഞങ്ങളുടെ ഒപ്പം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. അതത് ശരിയായിട്ട് തോന്നുന്നില്ല മോനെ. നിങ്ങളുടെ വിവാഹം വളരെ വേഗം തന്നെ നടക്കാൻ പോവുകയാ. നീ നിന്റെ ഭാവി ഭാര്യയ്ക്കൊപ്പം നിൽക്കാൻ പഠിക്കണം. അല്ലാതെ മറ്റുള്ളവർക്കൊപ്പം അങ്ങനെ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ റിയലി നൈസ്. എന്നാ പിന്നെ നീ നിന്റെ ഭർത്താവിനൊപ്പം നിൽക്കണ്ടേ? അതിന് പകരം ഇവിടെയൊക്കെ ഓടി നടക്കുകയാണല്ലോ. ഒന്ന് കൈയെടുത്ത് അങ്ങോട്ട് നീ നിൽക്ക്. നാണമില്ലേ നിങ്ങൾക്ക് ഇത്ര ആളുകൾ നിൽക്കുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ? അതെന്തിനാ? ഞാൻ നിന്നെ കല്യാണം കഴിച്ചതല്ലേ, നമ്മൾ ഒളിച്ചോടിയവരല്ല. എന്താ മക്കളെ, അങ്ങനെയല്ലേ? 10-26 കൊല്ലം കഴിഞ്ഞു ലൈസൻസ് എടുത്തിട്ട്. ഇനി ഇങ്ങനെയൊക്കെ ആകാലോ അല്ലേ? പൂർണ്ണ അവകാശം ഉണ്ട് അങ്കിൾ. പിന്നെ ആന്റി ഇപ്പോഴും നല്ല പ്രിട്ടിയാണ്. ക്യാരി ഓൺ. ഓഫ് കോഴ്സ് ഡാഡ്, പൊക്കോളൂ. അപ്പൊ ഞങ്ങൾക്ക് പ്രണയിക്കാമല്ലോ അല്ലേ? വരൂ, നമുക്ക് പ്രണയിക്കാം. ഇത്രയും മുതിർന്നിട്ട് ഇങ്ങനെയൊക്കെ, എന്നിട്ട് കുട്ടികൾ തന്നെ കളിയൊക്കെ തുടങ്ങിയോ? ഹായ്. ഹായ്. ഒളിച്ചുകളി മതിയാക്കിയോ? കാര്യം എന്താന്ന് പറ. പ്രീത, എനിക്കറിയേണ്ടത് വാഷ്റൂം എവിടെയാണെന്നാണ്. ഓ, ഇവിടെ വാഷ്റൂം ഇല്ല. അമ്മയുടെ വീട്ടിലേക്ക് പോണം. തൊട്ടു പുറകിൽ തന്നെയാ, വളരെ അടുത്താ. നിനക്ക് അറിയാലോ. ഓക്കെ. 1 മിനിറ്റ്. പോ നമുക്ക്. എവിടെ? വാഷ്റൂമിലേക്ക്. യാ, കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ കാർത്തികയുടെ എൻഗേജ്മെന്റിന് നമ്മൾ വാഷ്റൂമിൽ കുടുങ്ങിപ്പോയത്? നിനക്കാണെങ്കിൽ പുറത്തു വരാനേ താല്പര്യമില്ലായിരുന്നു. ഓ, എക്സ്ക്യൂസ് മീ. പുറത്തു വരാൻ മടിച്ചത് വേറൊന്നും കൊണ്ടല്ല, അവിടെ നിറയെ ആളുകളായിരുന്നു. വീണ്ടും വീണ്ടും നീ കള്ളമാണല്ലോ പറയുന്നേ. ഒന്ന് അക്സെപ്റ്റ് ചെയ്യാ. എനിക്കൊപ്പം നിൽക്കാണ് നീ പുറത്തു പോവാതിരുന്നെന്ന്. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാ. ഓക്കെ ശരി. ഞാൻ നിന്റെ ഒപ്പം അതിനകത്ത് അടച്ചുപൂട്ടിയിരിക്കാൻ ആഗ്രഹിച്ചു. ഓക്കെ, അങ്ങനെ ഗുഡ് ഗേളിനെ പോലെ പറയടി. എല്ലാം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. അല്ലാതെ മെന്റലിനെ പോലെ എപ്പോഴും എന്നോട് അടിയുണ്ടാക്കുക അല്ല വേണ്ടത്. നോക്ക് പ്രീത, എന്റെ പോയിന്റ് ക്ലിയർ ആയി. ഇനി നമുക്ക് പോയാലോ? ഇവിടെ വാ. അച്ഛമ്മേ, എവിടെ പോകുന്ന കാര്യം നീ പറഞ്ഞു? അത് പിന്നെ പ്രീതയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകുന്ന കാര്യ. എവിടെയാ പ്രീത? നീ തന്നെ അച്ഛമ്മയോട് പറയാ. മുത്തശ്ശി, അത് ഈ പൊന്നു മോനെ, നീ അവളെ കളിയാക്കുമായിരുന്നല്ലേ? ഇല്ല അച്ഛമ്മേ, ഞാനെന്തിനാ അവളെ കളിയാക്കുന്നേ? ചോദിച്ചു നോക്ക്, ഞാൻ കളിയാക്കിയോ നിന്നെ? എനിക്കറിയാം നീ എത്ര കുസൃതിയാണെന്ന്. നീ അവളെ കളിയാക്കുക. മുത്തശ്ശി എന്നെ ശരിക്കും കളിയാക്കായിരുന്നു. അവന്റെ ചെവിക്ക് പിടിച്ച് നല്ല കിഴക്ക് കൊടുക്ക. മുത്തശ്ശി, കുഞ്ഞിലെ ഇത് ചെയ്തിരുന്നെങ്കിലേ ഇപ്പൊ ഇങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു. നന്നായി കൊടുക്ക.
അച്ഛമ്മ എന്തിനാ അവളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തേ? എല്ലാവരും നിൽക്കുമ്പോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛമ്മ. ഇല്ല മോനെ, നീ എന്റെ നല്ല പേരക്കുട്ടിയാ, ഏറ്റവും പ്രിയപ്പെട്ടവൻ. നോക്ക്, അവൾ പോയി. ഇനി എന്നോട് പറ, എങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചാ സംസാരിച്ചത്? അത് പിന്നെ എവിടെയില്ല അച്ഛമ്മ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, ഞാൻ ദാ വരുന്നു. കള്ളൻ എന്നോട് കള്ളം പറഞ്ഞു. ഷർലിൻ, നിന്റെ ദുപ്പട്ട കുറച്ച് മാറിക്കിടക്കാം. ശരിക്കിടാത്തോണ്ടാ, ഞാൻ നേരെയാക്കി തരാം. 1 സെക്കൻഡ്, ഇപ്പൊ ശരിയാക്കി തരാം. ഓവർ സ്മാർട്ട് ആവുകയാണ് പ്രീത. ഇതിനൊക്കെ ഞാൻ തന്നിരിക്കും. അത് ഇങ്ങനെ ആയിരിക്കും. രോഹിത്തിന് മുന്നിൽ നീ മുഖം കാണിക്കാൻ പോലും മടിക്കും. എന്റെ ദുപ്പട്ട ശരിയാക്കേണ്ട ഒരാവശ്യവും നിനക്കില്ല. പക്ഷെ എനിക്കറിയാം, നീ മനഃപൂർവ്വം എന്റെ രോഹിത്തിന്റെ ഇടയിലേക്ക് കയറിയതാണ്. രോഹിത്തിന്റെ കൈ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനുള്ള നിന്റെ തന്ത്രം കൊള്ളാം. കുഴപ്പമില്ല, ഇനി നീ നോക്കിക്കോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഷർലിൻ, ഓൾ വെൽ? എവിടെ പ്രീതയുണ്ടോ അവിടെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ആബ്സല്യൂട്ട്ലി റൈറ്റ്. അയ്യോ, ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അല്ല, അങ്ങനെ പറയേണ്ട കാര്യമുണ്ട്. ഞാൻ എത്രയധികം സന്തോഷവാനാണെന്നോ താൻ ഇത്രയും നല്ല അറേഞ്ച്മെന്റ് ഒരുക്കിയതിന്. എല്ലാം മനസ്സിലിണങ്ങിയ പോലെ തന്നെ ഓരോ അറേഞ്ച്മെന്റും എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഈസൻ ഷർലിൻ, സോ ഹാപ്പി രോഹിത് സർ. ഈ ഡെക്കറേഷൻസ് ഒക്കെ സാറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് അത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പ്രീത. ഐ മീൻ, താനും തന്റെ അമ്മയും സൃഷ്ടിയും മുത്തശ്ശിയും ഒക്കെ ചേർന്ന് ഈ ചടങ്ങിനെത്തിയവരെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതും ഇറ്റ് ഈസ് കമന്റബിൾ. അങ്ങനെയൊന്നും അല്ല സർ, ശരിക്കും ഞാനാ നന്ദി പറയേണ്ടത്. താങ്ക്സ് പറയേണ്ടത് ഞാനാണ് പ്രീത. ഈ സന്ദർഭത്തിൽ ഇത്ര നന്നായിട്ട് ഓർഗനൈസ് ചെയ്തതിന്, ഇത്ര നന്നായിട്ട് മെമ്മറബിൾ ആക്കിയതിന്, അതിനൊക്കെ ഞാനല്ലേ താങ്ക്സ് പറയണ്ടേ? പരസ്പരം പുകഴ്ത്തൽ കുറിച്ച് കൂടുന്നുണ്ട്. പക്ഷെ ഈ സന്തോഷം മറ്റാരെങ്കിലും നശിപ്പിച്ചോളും. എന്നാൽ ആ നാശം വളരെ അപകടകരമായിരിക്കും. പ്രീത, തന്റെ ഈ സ്വഭാവത്തിലൂടെ എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയ. പിന്നെ ഞാനൊരു ബിസിനസ്മാനും കൂടിയല്ലേ. ഒരാളുടെ കഴിവ് കണ്ട എനിക്ക് തീർച്ചയായും തിരിച്ചറിയാൻ പറ്റും. അയ്യോ, ഇപ്പൊ എന്താ പവർ പോയേ? ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യാം. ഇത് ഉടനെ ശരിയാവും കേട്ടോ. നോ പ്രോബ്ലം. അല്ല, പെട്ടെന്ന് എങ്ങനെയാ കറണ്ട് പോയത്? ഒന്നാമത് ഹോൾ വളരെ ചെറുതാണ്. AC കൂടെ വർക്ക് ചെയ്തിരുന്നാൽ എങ്ങനെ? സൃഷ്ടി, എന്തു പറ്റി? എന്താ ഇപ്പൊ പവർ ഓഫ് ആയേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കറണ്ട് എങ്ങനെ പോയി? ഞാൻ പോയിട്ട് നോക്കിട്ട് വരാം. ഫ്യൂസ് കൂടി നോക്കണേ. പ്രീത, സൃഷ്ടി മോളെ വേഗം ടോർച്ച് എടുത്തോണ്ട് വാ. എന്നിട്ട് എന്റെ കൂടെ വാ, ഞാൻ പോയി നോക്കിട്ട് വരാമേ. ടെൻഷൻ അടിക്കാതെ എവിടെയും ചെന്നിരിക്കും. ഏയ് സമീർ, കിരൺ, കറണ്ട് പോയത് എങ്ങനെയാന്ന് നോക്കിയേ. ടെലിവിഷൻ അവിടെ, ഞങ്ങൾ പോയി നോക്കാം. ഇറ്റ് ഈസ് സോ ഹോട്ട്. ആർ യു ഓക്കേ ബേബി? എത്ര സ്റ്റുപ്പിഡ് ആൾക്കാരാണിത്. ഇങ്ങനെയാണ് പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ബാക്കപ്പ് പോലും ഇല്ല. ഐ നോ. മോം, I'll just come. മക്കളെ, ഫ്യൂസ് ബോക്സ് ഇവിടെയാണ്. ഇങ്ങോട്ട് വാ. ശ്രദ്ധിക്കണേ, ഇരുട്ടാണ്. ഇതാ. അയ്യോ അമ്മേ, ഇതിന് ഫ്യൂസ് കാണുന്നില്ലല്ലോ. അതെങ്ങനെയാ സംഭവിക്കുക? ഫ്യൂസ് എവിടെ പോയി? ചിലപ്പോ ഇളകി താഴെ വീണതായിരിക്കും. ഒന്ന് പരതി നോക്കും മക്കളെ. ചെല്ലേ. അമ്മ, എനിക്ക് തോന്നുന്നത് ഫ്യൂസ് താഴെ വീണതൊന്നും അല്ല, ആരും എടുത്ത് മാറ്റിയെന്നാ തോന്നുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? രോഹിത് സാറ് വളരെയധികം വിശ്വസിച്ചാ നമുക്ക് ഈ കോൺട്രാക്ട് തന്നത് തന്നെ. നമ്മളിപ്പോ എല്ലാവരെയും വിഷമിപ്പിച്ചല്ലോ. അദ്ദേഹം എത്ര വിശ്വസിച്ചതാ നമ്മളെ. ഇതിനേക്കാൾ വലിയ ഹാൾ ബുക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. എന്നിട്ട് നമ്മള്, എനിക്കറിയില്ല, ഇത് ആരും അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ നന്നായി നടക്കരുതെന്ന് ആരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വൃത്തിയിട്ട പരിപാടിയൊക്കെ ആര് ചെയ്യാനാ? ആന്റി, ഇതെല്ലാം നിങ്ങളുടെ പണി. ഐ മീൻ ടു സേ, ഇറ്റ്സ് യുവർ ജോബ്, റൈറ്റ്? വേറെ ആരുടെയാ? എനി ഡൗട്ട്സ്? നോ, നോട്ട് അറ്റ് ഓൾ. ബട്ട് ഐ മസ്റ്റ് സേ, ഐ ആം സൂപ്പർ ഇംപ്രസ്ഡ്. ഇപ്പൊ ആളുകൾ പറയാൻ തുടങ്ങിയില്ലേ, എന്തൊരു ചൂടാണ്, ചെറിയ ഹോളാണ്, വേഗം എൻഗേജ്മെന്റ് നടത്തൂ, ഞങ്ങൾക്ക് വീട്ടിൽ പോണം. ഐ മസ്റ്റ് സേ, ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു വെടിക്ക് 2 പക്ഷി.
അതാണ് ഇവിടെ നടന്നത്. ഇവിടെ എന്റെ എൻഗേജ്മെന്റ്, എന്നാൽ അവിടെയോ ആ പ്രീത രോഹിത്തിനു മുന്നിൽ മോശക്കാരിയാകും. പാവം എന്റെ രോഹിത് തന്റെ ഇമ്പോർട്ടന്റ് ഗസ്റ്റുകളുടെ മുന്നിൽ വളരെയധികം നാണം കെടേണ്ടി വന്നു. യു ആർ റൈറ്റ്. കവിതയാണ് ഞാൻ. മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് കാണിച്ചു കൊടുത്തിരിക്കും. എന്റെ ബുദ്ധി ഉണർന്നാലുണ്ടല്ലോ ഇവിടം കത്തി നശിക്കും. പാവം രോഹിത്, അവനുണ്ടല്ലോ, അവന് പ്രീതയോടുള്ള ഒരു അട്രാക്ഷൻ ഇല്ലേ, അത് പുറത്ത് കാണിക്കാനുള്ള സമയം പോലും കിട്ടില്ല. പാവം പയ്യൻ, അവസ്ഥ നോക്കൂ. എല്ലാവർക്കും മുന്നിൽ അവന് പ്രീതയെ ഉറപ്പായി നാണം കെടുത്തിയേ പറ്റൂ. വാട്ട് ട്രൂ. പക്ഷെ ആന്റി, കറണ്ട് എങ്ങാനും വന്നാലോ? എങ്ങനെ വരാനാ? ഫ്യൂസേ ഇല്ലല്ലോ. ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഇത് നമ്മുടെ പ്ലാൻ ആയിരുന്നെന്ന് മനസ്സിലായാൽ? ഐ മീൻ ടു സേ, എല്ലാവർക്കും അറിയാം യു ഡോണ്ട് ലൈക്ക് പ്രീത. ആർ യു ക്രേസി? ലോകത്ത് ഏതെങ്കിലും അമ്മായി ഇങ്ങനെ ഉണ്ടാവുമോ? സ്വന്തം അനന്തരവന്റെ എൻഗേജ്മെന്റ് കൊളാക്കാൻ നടക്കുന്നത് ഉണ്ടല്ലോ അങ്ങനെ വളരെ മോശക്കാരിയ ഒരു അമ്മായി. Naughty girl. You just wait and watch now.